ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആര്യ ചേച്ചി, യെസ് മീനോട്ടാ. നമ്മുടെ ബാംഗ്ലൂരിന്റെ അഭിമാനമാണ് വരാൻ പോകുന്നത്. ശ്രീകുട്ടി. അതെ, Yes. ഉണ്ണിയങ്കള് ചെന്നൈന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ബാംഗ്ലൂരിൽ നാളെ ഇറക്കും. അങ്ങനെ ബാംഗ്ലൂരിന്ന് വന്ന് ഇപ്പൊ ക്വാർട്ടർ ഫൈനലിൽ രണ്ടാമത്തെ പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശ്രീകുട്ടി ഓൺ സ്റ്റേജ്. ആ പാട്ടിനനുസരിച്ച് ആയിക്കോട്ടെ എൻട്രി. അപ്പൊ സ്ലോ ആക്കി. ഇത് നമ്മൾ കേൾക്കാന്ന് വിചാരിക്കുമ്പോ അങ്ങ് പെട്ടെന്ന് തീർന്നു പോണു. ശ്രീയുടെ ഓരോ പെർഫോമൻസ് ഇതുപോലെയാണ്. നമുക്ക് പിന്നെയും പിന്നെയും കേൾക്കണം, കൂടുതൽ കേൾക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അവസാനിക്കും. പിന്നെ ഈ ശബ്ദത്തിന് വേണ്ടി ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വരും. അതാണ് ശ്രീകുട്ടിയുടെ ഒരു ആ ശബ്ദത്തിന്റെ ഒരു ബ്യൂട്ടിയും വെരി മാജിക്കൽ. പണ്ട് എന്റെ അച്ഛൻ പറയാറുണ്ട്, ചില ആൾക്കാരൊക്കെ ഭൈരവി പോലത്തുള്ള രാഗങ്ങൾ പാടുമ്പോഴത്തേക്കും ബിവിച്ചിങ് എന്ന് പറയും. യഥാർത്ഥ അർത്ഥം നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ബിവിച്ചിങ് എന്ന് പറയും. അപ്പൊ അതുപോലെ ശ്രീകുട്ടിയുടെ ശബ്ദം ഇങ്ങനെ ബിവിച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തെന്ന് അറിയാലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. നൈസ്. അപ്പൊ ആ ശബ്ദം നന്നായി വരട്ടെ. ക്വാർട്ടർ ഫൈനലാണ്. കഴിഞ്ഞ പെർഫോമൻസ് വാസ് ഗുഡ്. വി എക്സ്പെക്ട് എ ബെറ്റർ വൺ ഫ്രം യു ദിസ് ടൈം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ശ്രീകുട്ടി ഒരു ലിറിക്ക് മറന്നു. ആദ്യമായിട്ട് അല്ലേ? ഒരു വാക്ക് ബ്ലാങ്ക് ആയി പോയി. അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞോ? ഇന്ന് അതൊന്നും വേണ്ട കേട്ടോ. കോൺഫിഡൻസ് അല്ലേ ഇന്ന്? ഇടുക്കി. ഏതാ പാട്ട് പാടുന്നേ? മിന്നും നിലാ തിങ്കളായി. ബ്യൂട്ടിഫുൾ സോങ്. വിദ്യാസാഗർ സാർ അല്ലേ? കേക്കാപ്പോ കേൾക്കാം നമുക്ക്. ശരി, നമ്മുടെ ശ്രീകുട്ടി പാടാൻ പോകുന്നു. എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. ആൻഡ് ശ്രീകുട്ടി, ഓൾ ദ ബെസ്റ്റ്. Thank you.
ഈ ഖര ഹര പ്രിയ എന്ന് പറയുന്ന രാഗം മൊത്തമായിട്ട് ഇങ്ങനെ ഉരുക്കി ഒരു ജാറിൽ നമ്മൾ ഒഴിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഈ പാട്ട്. മൊത്തം സാക്സഫോണിൽ ആ രാഗം ഇങ്ങനെ വായിച്ചിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു പാട്ടാണ് കേട്ടോ. ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. വിദ്യാജിയുടെ അല്ലേ? അപ്പൊ അദ്ദേഹം ചെയ്യുമ്പോഴത്തേക്കും ആ മിഡാസ് ടച്ച് ഉണ്ട്. അത് ഏത് രാഗമായിക്കോട്ടെ, ഏത് കോഡ് പ്രോഗ്രഷൻ ആയിരിക്കട്ടെ, ഏത് ജനുസിൽപ്പെട്ട പാട്ടായിക്കോട്ടെ, അദ്ദേഹം ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഒരു കയ്യൊപ്പുണ്ടാവും. ശ്രീകുട്ടിയുടെ വോയിസും അതുപോലെയാണല്ലോ, ഒരു കയ്യൊപ്പുള്ള വോയിസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കും വോയിസിനെ കുറിച്ച് ഇനി പറയണ്ട എത്ര പ്രാവശ്യം പറഞ്ഞാണ്. പക്ഷെ ഈ പാട്ടിലും അത് ഒഴുകി നടക്കുന്നുണ്ട്. ആ ഹണി ഗ്ലേസ് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സിൽവർ ലൈനിങ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പിന്നെ ഈ റെൻഡിഷനിൽ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ സ്ലോട്ടിൽ നിന്നും ഈ നോട്ട്സ് പലപ്പോഴും തെറിച്ചു പോകുന്നു. അതിങ്ങനെ ഓരോ ശ്രുതി ഓരോ സ്ലോട്ടാണെന്ന് എഴുതിയ, ഓരോ സ്വരവും ഓരോ സ്ലോട്ടാണെന്ന് വെച്ചോ, ഒരു സ്ലോട്ട് മെഷീനിൽ. അപ്പം നമ്മൾ അത് പാടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ സ്ലോട്ടിൽ വന്ന് വീഴണ്ടേ, അപ്പോഴല്ലേ നമുക്ക് എന്ന് പറയാൻ തോന്നുന്നത്. അപ്പം അത് ഇങ്ങനെ തെറിച്ചു പോകുന്നു, ആ സ്ലോട്ടിൽ നിന്ന് വീഴുന്നുണ്ട്, വീണിട്ട് പതുക്കെ അങ്ങനെ പകർന്നു പോകുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്റെ മാത്രം ഫീൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ഒരു പേസ് യു ഫെൽറ്റ് ദ സെയിം? ഉണ്ണിച്ചേട്ടൻ ചില സ്ഥലത്ത് പല്ലവിയിലല്ല. അത് ശ്രീകുട്ടി ഈ ക്വാർട്ടർ ഫൈനലിൽ വന്നപ്പോഴാണ് തോന്നുന്നു ഈ ഒരു രീതിയിലേക്ക് ആ സ്ലോട്ടിൽ നിന്ന് മാറിപ്പോകുന്ന. നേരത്തെ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ, പക്ഷെ കുറച്ച് മാറിപ്പോകുന്നു. അപ്പൊ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ചെറിയ മാറലാണെങ്കിൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. അപ്പൊ മൈക്രോ ടോൺ ഡിഫറൻസസേ വരാവൂ ഇനി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ശ്രുതി ചേർത്തുള്ള പ്രാക്ടീസ് കുറച്ചുകൂടെ നന്നാക്കണം തോന്നുന്നു. മോണിറ്ററിംഗ് കറക്റ്റ് ആണോ നമ്മളെ? എല്ലാം മോണിറ്റേഴ്സ് എല്ലാം ശ്രുതി കറക്റ്റായിട്ട് ചെവി കിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടല്ല. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ അത് ശരിയാവുമായിരിക്കും. അതിലോട്ട് ശ്രദ്ധ കൊടുക്കാതെ കൂടുതലും ഓർണമെന്റേഷൻസിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴത്തേക്കും അതാണ്. പിന്നെ ഈ സംഗതി പാടുന്നതിൽ എനിക്ക് നമ്മളൊരു സംഗതി ഡിസ്കവറിയാണ് ചെയ്യേണ്ടത്, അതിന് മാനുഫാക്ചർ ചെയ്യില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് ചില സ്ഥലങ്ങളിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ തോന്നി. അപ്പം അത് അവിടെ അങ്ങനെ ഒരെണ്ണം ഉണ്ട്, അപ്പം ഞാനത് പാടണം, ഐ ഹാവ് ടു മേക്ക് എൻ എഫേർട്ട് ടു ബ്രിങ് ഇറ്റ് ഔട്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഈ പാട്ടിൽ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ രാഗത്തിൻ്റെ ഛായ കൊണ്ട് നമുക്ക് തോന്നുന്നതും ആവാം അങ്ങനെ സംഗതി പാടുമ്പോഴത്തേക്കും. പക്ഷെ അതൊരു ഡിസ്കവറി ആയിട്ട് വരുമ്പോഴാണ് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് വരുന്നത്. ഈ സ്വർണ്ണം ഉണ്ടാക്കുന്ന പോലെ 22 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞത് ഒരുപാട് പ്രോസസ്സിലൂടെ വന്നിട്ടാണ് അത് 22 ക്യാരറ്റ് ആവുന്നത് അല്ലേ. പക്ഷേ ഈ പ്രോസസ്സ് നമ്മൾ കാണാത്തതുകൊണ്ടാണ് അത് നമുക്ക് അവസാനം 22 ക്യാരറ്റ് മാത്രം നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ആ സ്വർണത്തിനെ അത്ര അധികം ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ അതുപോലെ ഈ പ്രോസസ്സ് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ സംഗതിയൊക്കെ ഇങ്ങനെ ഒഴുകണം. ആ രാഗത്തിൻ്റെ ഛായയിൽ ആ രാഗത്തിൻ്റെ ജ്യൂസ് അത് നമുക്ക് ഇങ്ങനെ കുടിച്ച് ഭയങ്കര സന്തോഷമാവാൻ പറ്റണം കേട്ടോ, അത് വേണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ മിന്നും നിലാ തിങ്കളായി നീ എന്നുള്ളത് കുറച്ച് ഔട്ട് ഓഫ് ശ്രുതിയായി, സസ്റ്റൈനിലും ഔട്ട് ഓഫ് ശ്രുതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ താഴമ്പൂ കവിളിൽ പതിയെ, അത് കുറച്ചും കൂടെ ശ്രുതിയിൽ ചേർത്ത് പാടാൻ പറ്റും. മിഴി വന്നപ്പം അതൊക്കെ ശ്രുതി സ്ലോട്ട് മാറിപ്പോയി. അതാണ് ആ നോട്ട് കറക്റ്റ് ആയിരിക്കണം. പിന്നെ എനിക്ക് ഉഗ്രനായിട്ട് തോന്നിയ നിൻ സ്നേഹം പകരും സ്വരമുഖര ശ്രീരാഗം നന്നായിരുന്നു. നിന്നോമൽ ചിറകിൽ പുലരിയിലെ നീർമഞ്ഞായി ഒരു ആ വെൺപ്രാവായി തൊട്ട് പാടിയല്ലേ, കരക്കിയത്. നല്ല എക്സ്പ്രഷൻസ്. പിന്നെ ഞാനെന്നും എന്നും അതെങ്ങനെയാ പാടിയ?
ആ സംഗതിയോട് താരേ അല്ലേ? യെസ്. അത് കറക്റ്റായിട്ട് വരട്ടെ. ആ അപ്പൊ അത് തന്നെ രണ്ടാമത്തെ നീലാംബരി നീ നന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള മുത്താരമേഘം വന്നപ്പോ പിന്നെയും അത് ക്ലാരിറ്റി വന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വന്ന് ചേർന്നിട്ടുണ്ട്. അതിന്റെ നല്ലതിനെ നമ്മൾ ഇവിടെ വയ്ക്കുന്നു, മറ്റതിനെ ശ്രേയക്കുട്ടിക്ക് വിടുന്നു. ടു കറക്റ്റ് യുവർ സെൽഫ് ആൻഡ് കം ബാക്ക് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. എനിക്ക് ത്രൂ ഔട്ട് ദ സോങ് മോള് കൊടുത്ത ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. താങ്ക് യു. ഫസ്റ്റ് ലൈൻ പാടിയിട്ട് ആ സെക്കൻഡ് ലൈനിൽ നിർത്തുന്നില്ലേ സസ്റ്റെയിൻ നോട്ട്, അതിലൊന്ന് പതറിപ്പോയിട്ടുണ്ട് മോൾ. ഓക്കെ കുറച്ചൊന്ന് ആ സസ്റ്റെയിനിൽ മാത്രം. ഓക്കെ. അതർവൈസ് ദ ഫസ്റ്റ് പല്ലവി വാസ് റിയലി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ. അനുപല്ലവി തുടങ്ങിയതും ചരണം തുടങ്ങിയതും സ്ലൈറ്റ്ലി ഒന്ന് പിച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് ഈ മൈന്യൂട്ട് ഇതായിട്ട് നമ്മളിപ്പോൾ നോക്കുന്നതുകൊണ്ടാണ് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അതർവൈസ് യു സങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. താങ്ക് യു സർ. ഇപ്പോൾ വി ഹാവ് നോ അതർ ചോയ്സ്. ഓക്കെ സർ. വി ഹാവ് ടു ബി മോർ ഫോക്കസ്ഡ് ഓൺ യുവർ സിംഗിങ്. ഓക്കെ സർ. അതുകൊണ്ടാണ്. സോ ദ മൈന്യൂട്ട് പിച്ചിങ് ഇഷ്യൂസ് ഹാസ് ടു ബി ഡെൽറ്റ് വിത്ത്. ഓക്കെ സർ. അതർവൈസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. നന്നായിരുന്നു, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. താങ്ക് യു അപ്പോൾ സർ. ഈ പിച്ചിങ് ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഈ പാട്ട് ഭയങ്കര ഡിഫിക്കൾട്ടാ പാടാൻ വേണ്ടി. കാരണം ഒന്ന് ഡ്യുവറ്റ് ആണ്, പിന്നെ മാത്രമല്ല ബാക്ക് ടു ബാക്ക് ഇങ്ങനെ അനുപല്ലവിയിലായാലും ചരണത്തിലായാലും ബാക്ക് ടു ബാക്ക് മെയിൽ വോയിസ് ടു ഫീമെയിൽ വോയിസ്, പിന്നെയും ബാക്ക് ടു മെയിൽ വോയിസ്, ബാക്ക് ടു ഫീമെയിൽ വോയിസ്, അങ്ങനെ വരികയാണ്. ഇതിങ്ങനെ എന്താ പറയാ, സംഗതികളൊക്കെ ഇങ്ങനെ ഒഴുകി 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 വരുന്ന പോലത്തെ ഒരു പാട്ടാണ്. ഈ ഡ്യുവറ്റ് എടുക്കുമ്പോൾ ഇത്തരം റിസ്ക് ഉണ്ട് കേട്ടോ. നമുക്ക് സമയം കിട്ടൂല. ഒരെണ്ണം ഫ്രേസ് തീരുന്നതിന് മുമ്പേ അടുത്ത് തുടങ്ങേണ്ടി വരും. അതെപ്പോഴും ആലോചിച്ചോണേ. അപ്പൊ ഫസ്റ്റ് തിങ് ഇതുപോലെ ഒരു പാട്ടെടുത്ത് പാടിയ ഒരു അറ്റംപ്റ്റിനൊരു കയ്യടി തരുന്നു ശ്രീകുട്ടിക്ക് ആദ്യം കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഒരുപാട് ടെക്നിക്സ്, പുതിയതായിട്ടുള്ള ടെക്നിക്സ് പഠിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നും ഫീൽ ചെയ്തു ഈ ഒരു പാട്ടില്. ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ സാധാരണ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ശ്രീകുട്ടി ഈ ഒരു പാട്ട് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഫീൽ ചെയ്തു കേട്ടോ, വിച്ച് ഇസ് ഗുഡ്. പിന്നെ അതുപോലെ എനിക്ക് ആ പെർഫോമൻസും ഇഷ്ടപ്പെട്ടു. പുതിയ കുറെ സ്റ്റെപ്സ് കണ്ടു ഞാൻ. എങ്ങനെ പഠിച്ചു അത് പുതിയ സ്റ്റെപ്സ്? എന്റെ ഒരു കൊറിയോഗ്രാഫി സ്വയം ചെയ്തു. വളരെ സട്ടിലായിരുന്നു, പക്ഷെ ബ്യൂട്ടിഫുൾ. യെസ്. സ്റ്റെപ്സ് സാധാരണ കാണാതെ പോലത്തെ പുതിയ സ്റ്റെപ്സ്. ഞാൻ വെച്ച ജിതയുടെ ഒരു കയ്യൊപ്പൊക്കെ ഉണ്ടായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഇല്ല, ഓക്കെ, മിടുക്കി കേട്ടോ. പിന്നെ ഓവറോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു എന്ന് ഫീൽ ചെയ്തു. പിന്നെ മൈക്കിന്റെ പൊസിഷൻ എപ്പോഴും പറയണതാണ്, മൗത്തിന്റെ അടുത്തേക്ക് പിടിച്ചാൽ മാത്രമേ കറക്റ്റ് ആ ഒരു പാടുന്നതിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ നേസൽ ടോൺ, ആ ഡിഫറൻസ് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ നേസൽ ടോൺ വരുന്നുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൈക്ക് വായുടെ അടുത്തേക്ക് കുറച്ച് പിടിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. മിടുക്കി, ഓൾ ദി ബെസ്റ്റ്. That's all, Your Honor. So you are getting 97.25 for your performance. Thank you. Beautiful it was. Thank you. Good. ശ്രീകുട്ടി, ഇനി നമ്മള് ക്വാർട്ടർ ഫൈനലിലെ ഫൈനൽ പെർഫോമൻസിലായിരിക്കും കാണുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പ്രിപ്പയർ ചെയ്തോട്ടോ. ബൈ. ആര്യ ചേച്ചി, എന്തിനായിരിക്കും ഞാൻ വിളിച്ചത്? എന്നെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതല്ലേ? അതെ, പക്ഷെ അതാരും കാണില്ല. ആര്യ ചേച്ചിനെ വിളിക്കാൻ കാരണമുണ്ട്. എന്താ? പെർഫോമൻസ്. യെസ്, നമ്മുടെ പെർഫോമൻസ് റൗണ്ട് ആണ്. ക്വാർട്ടർ ഫൈനലിലെ സെക്കൻഡ് പാട്ട് പാടാനായിട്ട് ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു കുട്ടികളിൽ ഒരാളായിട്ടുള്ള, ആകെ 2 പേരേ ഉള്ളൂ, അതിലൊരാളായിട്ടുള്ള നമ്മുടെ എസ്തർ കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. കുറുമ്പി കുട്ടി എസ്തർ കുട്ടി, കുറുമ്പി കുട്ടി എസ്തർ കുട്ടി, കുരു 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 കുറുമ്പേ. അയ്യോ, എന്ത് രസമായി ഇതിനെ കാണാൻ.
ജീവനുള്ള പാവക്കുട്ടി അതെ MJ ഞങ്ങളെ ഈ തിരുവനന്തപുരത്തെ ചില അമ്പലത്തിലൊക്കെ ഇങ്ങനെ കൊലുവോ അങ്ങനെ എന്തോ ഒരു സാധനം കൊലു. അതുപോലെ ബൊമ്മക്കൊലു ആ, അതുപോലെ ഇല്ലേ അതൊരു കുഞ്ഞു പാവ വെക്കൂലേ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് ആ. അതുപോലെ ഉണ്ട് കാണാൻ. ഞാൻ അതാ കുറച്ച് സമയമായിട്ട് ആലോചിച്ചോണ്ടത്. തിരുവനന്തപുരത്തുനിന്നല്ലേ ഒരു രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു ബൊമ്മക്കൊലു ശരിയാ, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച്. പക്ഷെ മൊത്തത്തില ലുക്കൊക്കെ കണ്ടോ? വന്ന് നിൽക്കുന്നതാണ്ടോ? ഭയങ്കര ക്യൂട്ടാണല്ലോ നമ്മുടെ കുട്ടി. പാടാൻ തുടങ്ങിയാലോ അല്ലേ? രക്ഷല്ലേ പിന്നെ. അതെ. നീ ഏത് പാട്ട് പാടിയാ ഞെട്ടിക്കുന്നേ? കാണാ കൊമ്പിലെ കക്ക കറുമ്പൻ കൊണ്ടൊട്ടിക്കാവിലെ കക്കച്ച പെണ്ണിനെ കണ്ട്. ഡാൻസ് ഉണ്ടോ? വെയിറ്റിംഗ് വെയിറ്റിംഗ്. കലക്കും തകർക്കും. ഇത് എനിക്ക് ഡ്രസ് ഒരു കൊറിയർ വന്നാണ്. ആഹാ. ഇത് എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു നിർമ്മലാന്റി മേടിച്ചു തന്നാണ്. ഓ അപ്പൊ നിർമ്മലാന്റിക്ക് ഒരു താങ്ക്സ് ഉണ്ട് കേട്ടാ. അതെ. ആ മോളുടെ അളവൊക്കെ എങ്ങനെ കിട്ടി? ഏറ്റവും കുഞ്ഞളവ് സെലക്ട് ചെയ്തു കടയിൽ പോയിട്ട്. കടയിൽ ഏറ്റവും ചെറിയ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടാ. മധു വേണമായിരുന്നു ഇത് സംസാരിക്കാൻ. ഞാൻ മധുവിന്റെ നിന്ന് പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞിനെ നിന്ന് പഠിക്കണം. പ്രോ ആയില്ല അതാ. പാടാ നമുക്ക്. നന്നായിട്ട് പാടണേട്ടാ. യെസ്, നമ്മുടെ എസ്തർ കുട്ടി പാട്ട് പാടാൻ പോവാണ്. എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യണം. എസ്തർ കുട്ടി ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ആക്കണേ. പെണ്ണിനെ കണ്ടേ കണ്ണുകൊണ്ട് മുണ്ടാട്ടം കൊണ്ടേ. കാണാ കൊമ്പിലെ കക്ക കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ കണ്ണുകൊണ്ട് മുണ്ടാട്ടം കൊണ്ടേ. കരിമഷി കണ്ണുകളിൽ കാവടിയാട്ടം കരിവളക്കിൽ കിലുക്കി അന്ന നടമേളം അന്ന് പൂരവിളക്കിന് നാളം തുരുത്തിരി കെട്ടണം നേരം അഞ്ചാറ് ചോടിട്ട് അതിര തുള്ളുമ്പോ അരമണിയിളക്കം. കാണാ കൊമ്പിലെ കക്ക കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ കണ്ണുകൊണ്ട് മുണ്ടാട്ടം കൊണ്ടേ. ചുണ്ടോടുള്ളൊരു വെള്ളക്കൊക്കൻ ചൂണ്ടാക്കോത്തിരുന്നപ്പം കണ്ടൊരുത്തി സുന്ദരത്തെ നീരാടി നിന്നാനേ. പാട്ടും കൊട്ടുമായി മുട്ടും തൊട്ടുമായി കാക്കലങ്കൊക്കു വന്നേ. കാക്കച്ചി തന്തയുടെ കാലിക്കൽ വെച്ചിട്ട് കാര്യം ചൊല്ലി നിന്നേ. താലിയുണ്ടേ മാലയുണ്ടേ കല്യാണക്കാശുമുണ്ടേ. പട്ടുടുത്ത് പണ്ടമിട്ട് കാക്കാച്ചി പോയില്ലേ. കാണാ കൊമ്പിലെ കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കാക്കച്ചി പെണ്ണിനെ കണ്ടേ കണ്ടുകൊണ്ട് മുണ്ടാട്ടം കൊണ്ടേ. പൂവണ്ണൻ കുത്തിയിട്ട് പൂക്കോടയും ചൂടിയിട്ട് കാക്കച്ചൻ കെട്ടിന് വന്നപ്പം കണ്ടറിഞ്ഞേ കേട്ടറിഞ്ഞേ പെണ്ണാള് പോയി. ദിക്കും നോക്കാതെ ദിക്കും നിൽക്കാതെ കാകൻ പറന്നലഞ്ഞേ. കിറുക്കിക്കാറ്റിലും കിഴക്കൻ കോളിലും കാക കുവിക്കരഞ്ഞേ. കണ്ണിലുണ്ട് കാതിലുണ്ട് ചെല്ലക്കിഴി മൊഴികൾ കൂടുകൂട്ടി കാത്തിരിപ്പൂ മന പൊൻകരളേ. കാണാ കൊമ്പിലെ കാക്ക കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ കണ്ണുകൊണ്ട് മുണ്ടാട്ടം കൊണ്ട്
പക്ഷെ മതിയായില്ല, പോരാ, ഇനിയും വേണം. ഇനിയും വേണമായിരുന്നു. We want more. We want more. We want more. ഇല്ല, ഇന്ന് തീർന്നു. അയ്യോ, കഴിഞ്ഞു. അസാധ്യയുടെ പാടിയല്ലേ? പിടിക്ക്. സൂപ്പർ. കാണാക്കുമ്പിളി കക്കക്കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ, കണ്ണുകൊണ്ട് മുണ്ടാട്ടം കൊണ്ടേ. കാണാക്കുമ്പിളി കക്കക്കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ, കണ്ണുകൊണ്ട് മുണ്ടാട്ടം കൊണ്ടേ. പ്രൊണൗൺസിയേഷൻ ആയിരുന്നു കേട്ടോ. കഴലേ കരളെ എന്നായിപ്പോയി. ഭയങ്കര രസമുണ്ട്. പക്ഷെ അത് ഭയങ്കര ക്യൂട്ടാണ് അല്ലേ, നമ്മുടെ കുഞ്ഞിങ്ങനെയൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നത് അല്ലേ. പൂഴ വിളക്കിന്റെ നാളം പൂഴ്ത്തിരി. ഭയങ്കര രസമായത്. Thank you. അയ്യോ, താങ്ക് യു. ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ്. ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ട്. കരിമഷി കണ്ണുകളിൽ കാവടിയാട്ടം, കരിവളക്കിൽ കിലുക്കി അന്നനടമേളം, അന്ന് പൂരവിളക്കിന്റെ നാളം, പൂത്തിരി കെട്ടണം നേരം, അഞ്ചാറ് ചൂടിട്ട് അതിര തുള്ളുമ്പോ അരമണിയിളക്കം. കണ്ടേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അതെങ്ങനെ പാടിയേ? കാണാക്കുമ്പിലെ കക്കക്കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ. ഓ, കണ്ടേ. കണ്ടേല് പല വെറൈറ്റിയും പാടിയുണ്ട്. അത് ഇടയ്ക്കൊരു കണ്ടേ അങ്ങനെ പാടി. എങ്ങനെയായിരുന്നു? അതെങ്ങനെ? കാണാക്കുമ്പിലെ കക്കക്കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ. വേറൊരു ഒച്ച. എന്ത് രജിസ്റ്റർ ആണ്? വേറൊരു പേര് പറയല്ലോ അതിന്. വോക്കൽ ഫ്രൈ. ഫ്രൈസ്. വോക്കൽ ഫ്രൈ രജിസ്റ്ററിലാണ് അത് പാടിയത്. അതെ. കണ്ടേ. അതെങ്ങനെ ഒന്നുകൂടെ. കാണാക്കുമ്പിലെ കക്കക്കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ. കാണാക്കുമ്പിലെ കക്കക്കറുമ്പൻ കൊണ്ടോട്ടിക്കാവിലെ കക്കച്ചി പെണ്ണിനെ കണ്ടേ, കണ്ടുകൊണ്ടു മുണ്ടാട്ടം കൊണ്ടേ. പിന്നെ അന്ന് പൂരവിളക്കിന്റെ നാളം പൂത്തിരി കത്തണ നേരം എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. എക്സ്പ്രഷൻ ക്യൂനാണോ? ആണോ? ആ പഠിക്കേ. അന്ന് പൂരവിളക്കിന്റെ നാളം, ഓ, പൂത്തിരി കെട്ടണ നേരം, അഞ്ചാറ് ചൂടിട്ട് അതിര തുള്ളുമ്പോ അരമണിയിളക്കം. ഇളക്കം കൊള്ളായിരുന്നു കേട്ടാ. ബ്യൂട്ടിഫുൾ. ആ ഇളക്കം ഇങ്ങനെ അവിടെ അങ്ങ് നിർത്തി കേട്ടാ. അവിടെ നല്ല ബ്രേക്ക് ആയിരുന്നു കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താണ് ചുണ്ടുള്ളൊരു വെള്ളക്കൊക്കൻ, അത് എനിക്ക് മനസ്സിലായില്ല. ആ അതെന്തായിരുന്നു? എനിക്ക് ആ മൊത്തം ലൈൻ മനസ്സിലായില്ല. എന്താണ് പാടണെന്ന് കേക്കട്ടെ. ചുണ്ടോയുള്ളൊരു വെള്ളക്കൊക്കൻ ചൂണ്ടാക്കുത്തിനിരുന്നപ്പം കണ്ടൊരുത്തേ ചുന്ദരത്തേ നീരാടി നിന്നാനേ, പാട്ടും കൊട്ടുമായി മുട്ടും തട്ടുമായി കാക്കലങ്കൊക്കു വന്നേ, കാക്കച്ചി തന്റെ കാലിക്കൽ വെച്ചിട്ട് കാര്യം ചൊല്ലി നിന്നേ, താലിയുണ്ടേ മാലയുണ്ടേ കല്യാണക്കാശുമുണ്ടേ, പട്ടുടുത്ത് പണ്ടമിട്ട് കാക്കാച്ചി പോയില്ലേ. കാക്കാച്ചി പെണ്ണേ, ഇതേ എങ്ങനെ ഇത് കാണാൻ പഠിച്ചു? അത് തന്നെയാണ് എന്റെ സംശയം. എത്ര ദിവസം എടുത്തു പഠിക്കാൻ? 3 ദിവസം. 3 ദിവസം. 2 4 ദിവസം. 4 ദിവസം. 4 ദിവസം കൊണ്ട് ഇത് പഠിച്ചാ? അമ്പോ, അത് കൊറേ പാട്ടിന്റെ കൂടെയാണ് കേട്ടോ എടുത്തത്. ഈ പാട്ട് മാത്രമായിട്ടല്ല. അതാ ഇത്രയും ലിറിക്സ് ഇത് പഠിക്കണ്ടേ? 3 പാട്ട് അടുപ്പിച്ച് പഠിക്കണം. 4 ദിവസം കൊണ്ട് മിടുക്കി. അടിപൊളി. സമ്മതിച്ചു. സഭാഷാണ് കേട്ടാ. അല്ലേ ക്യാപ്റ്റൻ? പിന്നെ അത് മാത്രം ആ എക്സ്പ്രഷൻസ് എന്ത് രസാ. എക്സ്പ്രഷൻ പാട്ടിൽ മാത്രല്ല, മുഖത്തെ എക്സ്പ്രഷൻ നോക്കണം. മുഖത്തുണ്ട്. മുദ്രയും ശ്രദ്ധിക്കണം. ഹൈ പാടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു മുഖം വരും എസ്തർ ബേബിയുടെ. ഒരു പ്രത്യേക ഒരു രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം അത് ആ ഉള്ളിലുള്ള ആ സ്ട്രെയിനും പക്ഷെ ആ നോട്ട് എത്തുകയും ചെയ്യും കറക്റ്റ്. അങ്ങനെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ വരും. അത് കഴിഞ്ഞ എപ്പിസോഡിലും ഉണ്ടായിരുന്നു കേട്ടോ. മിടുക്കിയാണ്. ചുണ്ടോയുള്ളൊരു വെള്ളക്കൊക്കൻ ചൂണ്ടാക്കുത്തിനിരുന്നപ്പം കണ്ടൊരുത്തേ ചുന്ദരത്തേ നീരാടി നിന്നാനേ, പാട്ടും കൊട്ടുമായി മുട്ടും തട്ടുമായി കാക്കലങ്കൊക്കു വന്നേ, കാക്കാച്ചി തന്റെ കാലിക്കൽ വെച്ചിട്ട് കാര്യം ചൊല്ലി നിന്നേ, താലിയുണ്ടേ മാലയുണ്ടേ കല്യാണക്കാശുമുണ്ടേ, പട്ടുടുത്ത് പണ്ടമിട്ട് കാക്കാച്ചി പോയില്ലേ. നമ്മുടെ എസ്തറോടി ഇത് പറയാൻ പറ്റുന്നു. കരളിന്റെ കരളായ കുടിരി. അയ്യോടി ഇതിനെ തിന്നു ഞാൻ. ഭയങ്കര രസമായിരിക്കും. കരളിന്റെ കരളായ. കരളിന്റെ മാത്രം പറഞ്ഞേ. കരളിന്റെ കരളായ. കറക്റ്റാ ഒന്നുകൂടെ പറഞ്ഞാ കിട്ടും. കരളിന്റെ കരളിന്റെ കരളായ
കരളായ കുളിരെ. കുളിര്. ഒന്നിച്ചു പഠിച്ചോ, ഒന്നിച്ചു പറഞ്ഞോ. കരളിന്റെ കരളായ കുളിര്. അല്ല, അത് പല അക്ഷരങ്ങളും വായിൽ വരുന്നില്ല. പക്ഷെ അത് കേൾക്കാൻ നല്ല രസമല്ലേ? അല്ല, ഫുൾ പാട്ട് കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. എസ്പെഷ്യലി ആ കണ്ടേനില്ലേ, കണ്ടേ പാടിയൊക്കെ എന്ത് സൂപ്പർ ആയിരുന്നു എന്നറിയോ. അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ ഈ രാ ഇറൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ അക്ഷരങ്ങൾ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാനായിട്ടില്ല എന്നുള്ളതാ. പിന്നെ ഒരു രസം, ഗ്ലൂമിന്റെ പൊടിയില്ല. അതൊരു അത്ഭുതമാണ്. അതൊക്കെ പണ്ടേ പോയി. അതൊരു അത്ഭുതമാണ് മീനുട്ട്. അത് എങ്ങനെയാണ് അത് അങ്ങനെ അവിടെ മനസ്സിലാവണില്ല. മീടുക്കി സൂപ്പറായി പാടി കേട്ടോ. എസ്തർ കുട്ടി ഭയങ്കര ഇഷ്ടമായി കേട്ടോ നമ്മളെ. അതായത് ഈ ടെമ്പോ ഇല്ലേ, ആ താളം പിടിച്ചുകൊണ്ട് പാടുന്ന താളം എന്തൊരു ഗ്രിപ്പ് അറിയാം അവള് പാടുന്ന സമയത്ത്. ഓരോ വാക്കും ഓരോ ആ താളത്തിൽ ഇരുന്ന് പോകുന്നുണ്ട്. അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഭയങ്കര സുഖമായിരുന്നു മോളെ. ആ പാട്ടിന്റെ ഒരു ശരിക്കും നമുക്കൊരു അറസ്റ്റഡ് ആയി പോകും. ഓ, ഇത് മുഴുവൻ കേട്ടിട്ട് ഇനി എവിടെയെങ്കിലും പോകാൻ പാടുള്ളൂ എന്നുള്ള മാതിരി അങ്ങനെ അട്രാക്ട് ചെയ്യും. ബ്യൂട്ടിഫുള്ളി ഡൺ. ബെസ്റ്റ് ഓഫ് ലക്ക്. എസ്തർ കുട്ട മാർക്ക് വേണ്ടേ? ആ ശരി, 95 മതിയോ? മതിയോ കൊച്ചിന്? 95 മതിയോ? കൂടെ കൂട്ടുവോ? കുറച്ചുകൂടി വേണോ? കുറച്ചുകൂടി വേണോ? കുറച്ചുകൂടി. ഉണിച്ചേട്ടാ ആ, എങ്ങനെയുണ്ട്? കുറച്ചുകൂടി ഉണ്ടോ? ഒരു 2 മാർക്ക് കൂടി കൂട്ടണോ? എന്താ മിനിറ്റി? 2 മാർക്ക് കൂടെ കൂട്ടാ എന്തായാലും. എന്നാ അതിന്റെ കൂടെ ഒരു 2 കൂടി കൂട്ടിയാലോ? എത്രയായപ്പോ? 99. അവളെന്താ പെട്ടെന്ന് പറഞ്ഞേ? മീനുട്ടി ആലോചിച്ചോണ്ടിരിക്കുന്നു ഈ 4 മാർക്ക് കൂടെ കൂട്ടി എത്രയാവുന്നത്. ഞാനെന്ത് ചെയ്തു? ഇത് എത്ര? 2 മാർക്ക് കൂട്ടി 95 + 2 + 2. അല്ല, അതിന് എസ്തർ കുട്ടിയെ പുകഴ്ത്തണമെങ്കിൽ അതൊക്കെ ചെയ്താൽ പോരെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പക്ഷെ എസ്തർ കുട്ടി അത്ര വേഗം അത് കൂട്ടുമെന്ന് ഞാൻ ഓർത്തിട്ടേ ഇല്ല കേട്ടോ. മീനുട്ടികളെ ഫസ്റ്റ് ആയിട്ട് കൂട്ടി. ആ ശരി, ഞാൻ സമ്മതിച്ചു. എത്ര കുട്ടിയോട് കളി വേണ്ട കേട്ടോ. അതെ, അപ്പൊ എത്ര കുട്ടി ഗെറ്റ്സ് 99 out of 100. 99 വലിയ മാർക്കാണേ. അപ്പൊ ഇപ്പൊ നമ്മുടെ സൂപ്പർ ഡൂപ്പർ മാർക്ക് എസ്തർ കുട്ടിക്ക് കിട്ടി. അതുകൊണ്ട് ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാ? അതെ, നമ്മുടെ എസ്തർ കുട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. ആൻഡ് ഉണ്ണി അങ്കിൾ, വെൽക്കം. ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഇന്നത്തെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു ഉണ്ണി അങ്കിൾ. ഓക്കേ, ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു എസ്തർ കുട്ട. ബൈ. ഗുഡ് നൈറ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു ക്വാർട്ടർ ഫൈനൽ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്കറിയാം പ്രേക്ഷകരെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ആ സന്തോഷത്തിനൊക്കെ ഉപരി നാളെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോവാ എന്നൊരു ആകാംക്ഷയും കൂടെ ഉണ്ടായിരിക്കും. എന്തായാലും നാളെ നമ്മൾ ഇതിലും കിടിലൻ പെർഫോമൻസുകളാണ് കാണാൻ പോകുന്നത്. ക്വാർട്ടർ ഫൈനലിന്റെ ബാക്കി എപ്പിസോഡുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.